ഈ രണ്ടാമത്തെ സർവകക്ഷി യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അതിൽ നിങ്ങൾ എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചു? യോഗത്തിൽ എന്തായിരുന്നു മറുപടി? പ്രതിപക്ഷ നേതാവും അതുപോലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയാണ് ആദ്യം സംസാരിച്ചപ്പോൾ അക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനോട് ചേർന്ന് നിന്നു, പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളെല്ലാം. എന്താ കാരണം എന്ന് വെച്ചാൽ മല്ലികാർജ്ജുൻ ഖാർഗെ കുറേ കൂടി സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞു, ഒരു ദർശനെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം പ്രധാനമന്ത്രിയുടെ. അദ്ദേഹം ഇവിടെ വരാൻ എന്തിനാണ് ഭയക്കുന്നത്? അദ്ദേഹം എന്തിനാണ് പ്രതിപക്ഷത്തെ ഭയക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ അനിവാര്യമാണ് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട ഒരു സൂചകമായിട്ട് നമ്മൾ ഈ യോഗത്തിൽ നിന്ന് കാണുന്നത് എന്തുകൊണ്ടാണ് ബ്രീഫിംഗ് ഇല്ലാതിരുന്നതെന്നുള്ള ഒരു ചോദ്യം വന്നപ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞു, അതായത് ഇത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, തുടരുകയാണ്. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്, അതുകൊണ്ട് ആണ് ഞങ്ങൾ ബ്രീഫിംഗ് ഇല്ലാത്തതെന്ന്. അതേസമയം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കാർഗിൽ യുദ്ധസമയത്തുൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചപ്പോൾ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു, അങ്ങനൊരു ബ്രീഫിംഗ് വേണ്ട എന്ന് വെച്ചത് ഉചിതമായില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. മാത്രമല്ല, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഫേക്കായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അവകാശവാദങ്ങളോട് രാഷ്ട്രീയ നേതൃത്വം തന്നെ പ്രതികരിക്കണം എന്നുള്ളൊരു അഭിപ്രായം കൂടി യോഗത്തിലുണ്ടായി. ഈ ഓപ്പറേഷനിൽ എത്ര ഭീകരരെ വധിക്കാനായി എന്നതിൽ ഒരു കൃത്യമായ കണക്ക് ഇപ്പോൾ ഈ ഒരു യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് സംബന്ധിച്ച് നിരവധി കണക്കുകൾ വരുന്നുണ്ട്. അല്ല, രാജ്നാഥ് സിംഗ് അത് സംബന്ധിച്ചൊരു കണക്ക് പറഞ്ഞു, 100 പേര് മരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അനുമാനത്തിൽ. പക്ഷേ ഇനിയും പൂർണ്ണ വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ലഭിച്ച വിവരത്തിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ ഹാർഡ് കോറായിട്ടുള്ള തീവ്രവാദികൾ ഉൾപ്പെടെ 100 പേര് കൊല്ലപ്പെട്ടുവെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരമെന്നാണ് അദ്ദേഹം യോഗത്തെ അറിയിച്ചത്. ഈ UPA സർക്കാരിൻ്റെ ഒക്കെ കാലത്ത് തുടർച്ചയായി ഇത്തരം അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. മുംബൈയിൽ നടന്നിട്ടുണ്ട്, ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഒരു ആക്ഷൻ ഇതേപോലെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അടിക്കടി ആ സമയം ആക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് പ്രതിപക്ഷം അംഗീകരിക്കുന്നുണ്ടോ? അല്ല, എല്ലാ ഘട്ടത്തിലും ആക്ഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ചത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പഹൽഗാമിൽ ഒരു ഇൻ്റലിജൻസ് ഫെയിലർ ഉണ്ടായി എന്നുള്ളൊരു ആരോപണം ഉണ്ടല്ലോ. ഈ ഒരു ഘട്ടത്തിൽ അത് ഈ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അത് അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. ഇപ്പം ഞാനെന്ന് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൻ്റെ അടിയിലേക്ക് നിങ്ങൾ പോയിരുന്നെങ്കിൽ മൗലാന മസൂദ് അസർ എന്നുള്ള ഏറ്റവും കൊടും ഭീകരനെ വിട്ടയച്ചത് NDA ഭരണകാലത്താണ്. അദ്ദേഹമാണ് ഇന്നിപ്പോഴും അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹമാണ് ഈ ജെയ്ഷെ തോയ്ബയും ജെയ്ഷെ മുഹമ്മദൊക്കെ ഉണ്ടാക്കി ഇപ്പോഴും ഇന്ത്യക്കെതിരെ വേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഗ്ലോബൽ ടെററിസ്റ്റാണ്. അദ്ദേഹത്തെ ഇന്ത്യയിൽ നിന്ന് വിട്ടയച്ചത് 1999 കന്ദഹാറിലേക്ക് നമ്മുടെ വിമാനം തട്ടിക്കൊണ്ടുപോകുന്ന സമയത്താണ്. അപ്പം ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ നമ്മളിപ്പോൾ രാജ്യം ഒന്നടങ്കം ഒറ്റക്കെട്ടോട് കൂടിയിട്ട് ഈ പറയുന്ന അതിർത്തിയിൽ നിന്ന് വരുന്ന ഭീകരതയെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിന് രാജ്യം ഒന്നടങ്കം നമ്മുടെ ആംഡ് ഫോഴ്സിൻ്റെ ഒപ്പം അണിനിരന്നിരിക്കുകയാണ്.